നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 10th പ്രിലിംസ് അടുത്ത ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതുന്നവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന, ഹിമാലയൻ പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ശരിയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവന. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹിമാദ്രി, ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം എത്രയാണ്? 8848.86 മീറ്റർ. 8848.86 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ഉയരം. ഓക്കെ, ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ദീപിക പത്രം ആദ്യമായി അച്ചടിച്ച വർഷം ഏത്? 1887. 1887 ദീപിക പത്രം ആദ്യമായി അച്ചടിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ചത്? പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, എല്ലാം പ്രീവിയസ് ആണ്. 1805 ഫെബ്രുവരി മാസം 10. 1805 ഫെബ്രുവരി മാസം 10 കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ ജനനം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത്? ആന. ആനയാണ് മുത്തങ്ങ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്നത്. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ റിപ്പബ്ലിക് ഡേ ഓഫർ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പിലെ എല്ലാ കോഴ്സിനും ഓഫർ ഉണ്ട്. 10% ഓഫ്, 10% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സിനും കിട്ടുന്നതായിരിക്കും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, ജനറൽ PSC, 10th പ്രിലിംസ്, 10th മെയിൻസ്, കമ്പനി LGS, ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് മുതലായ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ഓപ്പൺ ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ വർഷം നടക്കാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്. 10 മാസം വാലിഡിറ്റി ഉണ്ടായിരിക്കും. എല്ലാ കോഴ്സുകളിലും ഫുൾ സിലബസ് കവറേജ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോട്ട് GK ഇവയൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. എല്ലാ കോഴ്സിനും വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. അതിനോടൊപ്പം ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ഓഫർ എന്നോണം 10% ഡിസ്കൗണ്ടും എല്ലാ കോഴ്സുകൾക്കും കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓഫർ ജനുവരി 26 രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്തോളാം. നിങ്ങളുടെ അഡ്മിഷൻ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ബേസ് ലെവലിലാണ് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോ പോർഷൻസും പഠിച്ചെടുക്കാവുന്ന രീതിയിലാണ് എല്ലാ ക്ലാസ്സും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഓഫറും അവൈലബിൾ ആണ്. ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പ്രീവിയസ് ക്വസ്റ്റ്യൻ, എല്ലാം പ്രീവിയസ് പറയുന്നത്. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെ? കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരം. കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരം. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 6 സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാർ. നെയ്യാറാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി
പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ആര്? സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ചാവറയച്ചനാണ്. ചാവറയച്ചൻ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. കേരളത്തിൽ വിദേശീയരുടെ സഹായമില്ലാതെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇദ്ദേഹം ജനിച്ചത് 1805 ഫെബ്രുവരി മാസം 10 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം അന്തരിച്ചതും ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കും പറയാം. ഓക്കെ. ഇനി സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനായി പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ ചാവറയച്ചനാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം, കൊല്ലൂർ, കണ്ണമ്മൂല. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത്? പൂക്കോട് തടാകമാണ്. പൂക്കോട് തടാകം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏത്? നെയ്യാറാണ്. നെയ്യാർ. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരി. ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. ശരി. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. ശരി. ഈ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. അപ്പൊ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ചൈനയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എത്രണ്ണം? 9 എണ്ണം. 7 രാജ്യങ്ങൾ കര അതിർത്തിയും 2 രാജ്യങ്ങൾ സമുദ്ര അതിർത്തിയുമാണ് പങ്കിടുന്നത്. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ശ്രീലങ്കയും മാലിദ്വീപും. ശ്രീലങ്കയും മാലിദ്വീപുമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഇനി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്ക് ആണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശും. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനുമാണ്. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാ? കര അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ് ഉത്തരം. ഭൂട്ടാൻ. ഓക്കെ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏത്? പരവൂർ ആണ്. പരവൂർ. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം ഏതാണ്? പരവൂർ. ഇനി ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് പൊതുഖജനാവ് ദുർവ്യയം ചെയ്യുന്നതിനെ വിമർശിച്ച് 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ഏത്? സ്വദേശാഭിമാനി എന്ന പത്രമാണ്. സ്വദേശാഭിമാനി എന്ന പത്രം. ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാലയാണ് സെന്റ് ജോസഫ് പ്രസ്, മാന്നാനം. മാന്നാനത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോസഫ് പ്രസ് ആണ് ചാവറയച്ചൻ കേരളത്തിൽ സ്ഥാപിച്ച അച്ചടിശാല. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ അന്തരിച്ചതെന്ന 1871 ജനുവരി മാസം 3. 1871 ജനുവരി മാസം 3 കുര്യാക്കോസ് ഏലിയാസ് ചാവറ അന്തരിച്ചത്. ജനിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു. 1805 ഫെബ്രുവരി മാസം 10 ഇദ്ദേഹം ജനിച്ചത്. ഇനി സമത്വ സമാജം സ്ഥാപിച്ചതാരാ? വൈകുണ്ഠ സ്വാമികൾ. വർഷം എപ്പോഴും പറയുന്നതാണ് 1836. 1836. കേരളത്തിൽ കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. കേരള വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1961. 1961. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഏതാ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന. ഇനി വൈകുണ്ഠ സ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനം അല്ലെങ്കിൽ ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്, മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകമൊന്ന്, മനുഷ്യൻ എന്ന സന്ദേശം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച വർഷം ഏതാ? 2014 നവംബർ 23. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അഖില തിരുട്ട് അമ്മാനെ
അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഈ കൃതികൾ ആരുടേതാണ്? വൈകുണ്ഠസ്വാമികളുടേതാണ്. ഈ അഖിലത്തിരുട്ട അമ്മാനെ, അരുൾനൂൽ എന്നീ കൃതികൾ മുന്നോട്ട് വെക്കുന്ന ആശയം അയ്യാവഴി എന്ന ആശയമാണ്. അയ്യാവഴി എന്ന ആശയം. ഇനി കേരളത്തിലെ വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ച് നോക്കാം. കേരളത്തിൽ തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് റൂട്ട് ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2023 ഏപ്രിൽ മാസം 25-നാണ്. 2023 ഏപ്രിൽ മാസം 25-ന് ആരാ ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. നരേന്ദ്രമോദി. എത്രാമത്തെ വന്ദേ ഭാരത് ആണ് കേരളത്തിലേത്? 15-ാമത്തെ വന്ദേ ഭാരത് ആണ് കേരളത്തിലേത്. കേരളത്തിന്റെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോ എന്താ? കുതിച്ചു ചാടുന്ന ചീറ്റപ്പുലി. കുതിച്ചു ചാടുന്ന ചീറ്റയാണ് കേരളത്തിന്റെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പുതിയ ലോഗോ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇവിടെ പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം. അതാണ് തെറ്റായിട്ടുള്ളത്. കോറമണ്ടൽ തീരസമതലം എവിടെയാണ് ഉൾപ്പെട്ടത്? കിഴക്കൻ തീരസമതലം. കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് എന്നിവ കിഴക്കൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ്. ബാക്കി രണ്ടും ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം. ഓക്കെ, അപ്പോൾ പശ്ചിമ തീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണെങ്കിൽ കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടുകിടക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എങ്കിൽ കിഴക്കൻ തീരസമതലത്തിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. പടിഞ്ഞാറൻ സമതലത്തിന്റെ വീതി താരതമ്യേന കുറവാണെങ്കിൽ കിഴക്കൻ തീരസമതലത്തിന്റെ വീതി കൂടുതലാണ്. പടിഞ്ഞാറൻ തീരസമതലം ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ തിരിക്കാമെങ്കിൽ കിഴക്കൻ തീരസമതലത്തെ കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എഴുതിയിട്ട് വരിക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ക്ലാസ്സുകളെല്ലാം നടന്നു വരികയാണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പ്രമാണിച്ച് ഓഫർ 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ലഭ്യമാണ്. ഈ ഒരു അവസരം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.